ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അപ്പോൾ നമുക്കത് എന്താണ് യൂണിവേഴ്സ് നമുക്കൊരു ഗൈഡൻസ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. ഇത് ഇന്നത്തെ എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കാണണമെന്നില്ല. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ദിവസം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് നെഗറ്റീവ്. ഓക്കെ, നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. നമ്മുടെ അടുത്ത് വന്ന് എടുക്കണമെന്നല്ല. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ട് റീഡിംഗ് എടുക്കുക, അതിനുശേഷം മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് നിങ്ങൾക്കായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം എന്ന് വേണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കാം. പിന്നെ റീഡിങ്, പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ ഡീറ്റെയിൽ കിട്ടും. അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണം അടച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ പണം അടയ്ക്കുന്നത് ആ സമയം തുടങ്ങി 24 അവേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഓൺ കോളിൽ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, എന്നത്തെയും പോലെ തന്നെ നമ്മൾ 11 കാർഡ് എടുത്തിട്ടുണ്ട്. 11 കാർഡ് വരുമ്പോൾ ഇതിൽ കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. ഈ നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുന്നതാണോ, നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്പേഴ്സ് ഓർമ്മ വയ്ക്കുക. 20 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 4, 5, 7 റിപ്പീറ്റ് ആവുന്നുണ്ട്, 4 റിപ്പീറ്റ് ആവുന്നുണ്ട്, 7 3 തവണ വരുന്നുണ്ട്, 18, 2. ഓക്കെ, അപ്പോൾ 7 4 റിപ്പീറ്റ് ആവുന്നു, പിന്നെ 5 18, ഈ പറഞ്ഞ പോലെ തന്നെ 20. ഇത്തരം നമ്പേഴ്സ് 2. ഓക്കെ, ഇത്തരം നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ സാഹചര്യങ്ങളായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ കുറച്ച് സോഡിയക് സൈൻ പറയുന്നത് ക്യാൻസർ, ലിബ്ര, പൈസസ്, അക്വേറിയസ്, വിർഗോ, ലിബ്ര, ഏരീസ് ഒക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്, സ്കോർപിയോ, ലിയോ, സാജിറ്റാരിസ് വരുന്നുണ്ട്, സ്കോർപിയോ പിന്നെയും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്തരം സോഡിയക് സൈനുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ സോഡിയക് സൈനുള്ളവർക്കായിരിക്കാം ഇന്നത്തെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ റെസനേറ്റ് ആകുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നതേയും പോലെ തന്നെ നമ്മൾ പറയുന്നു ഒരു ചതി, വഞ്ചന, അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ നിങ്ങൾ മറ്റാരെങ്കിലും പറ്റിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ കുറവുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുന്നതോ, അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം എങ്ങനെ വേണമെങ്കിലും ഒരു വിശ്വാസ വഞ്ചന, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കൽ, അല്ലെങ്കിൽ കൂടെ നിന്ന് ചതിക്കൽ, സഹപ്രവർത്തകരാകാം, വീട്ടുകാരാവാം, ആരും ആവാം. അത്തരം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വിശ്വാസവഞ്ചന, ചതി, അത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ദിവസം കാർഡിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക എന്നാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, ജോബ്, അങ്ങനെ ഏതൊരു കാര്യമായിട്ട് നോക്കാട്ടെ, ഇന്നത്തെ ദിവസത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. മണി മാറ്റർ, ഒരു സെൽഫ് ഡൗട്ടാണെന്ന്. ഇന്ന് എന്തൊക്കെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് എന്നെക്കൊണ്ട് പറ്റുമോ പറ്റില്ലേ, നിങ്ങൾ സ്വയം ഡൗട്ട് അടിക്കുന്ന ഒരവസ്ഥ, അത്തരം അവസ്ഥേനെ ആദ്യം തന്നെ മാറ്റുക. ഓക്കെ, ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സെൽഫ് അവെയർനെസ് ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പണിഷ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പണിഷ്മെൻറ്റ്, അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ. ചിലപ്പോൾ പണിഷ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു ചാർജ് കിട്ടുന്നതും ഈ വിഭാഗത്തിൽപ്പെടുത്താം കേട്ടോ. ഏത് വിധത്തിലും വരാം. നമ്മുടെ വിശുലമായിട്ട് നമ്മുടെ
മൊത്തം നമ്മുടെ ലൈഫിലോട്ട് വരുന്ന കാര്യങ്ങളെ വെച്ച് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ. പിന്നെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ മറ്റ് വ്യക്തികളുടെ കോളുകളോ അതൊന്നും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതൊരു തലവേദന കേസാണ്, അല്ലെങ്കിൽ അതൊരു പണിയാകും എന്നൊരു രീതിയിൽ നിങ്ങളെ അതൊരു ചിലപ്പോൾ ഒരു പ്രവർത്തനമാകാം, വ്യക്തിയാവാം, എന്തോ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ലോൺ അടയ്ക്കാനുള്ളൊരു ഇതാവാം, ചിലപ്പോൾ പൈസ കൊടുക്കാനുള്ള അണ്ണാച്ചി ആവാം, ആരും ആവാം. നിങ്ങൾ നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം ആരെങ്കിലും. ഓക്കെ. പിന്നെ പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് എല്ലാ തരത്തിലും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കഴിഞ്ഞൊരു ആഴ്ചയിൽ കുറേ കാര്യങ്ങളൊക്കെ ഡിമ്മായി കിടക്കുകയാണ്, വളരെ ലോ എനർജിയിൽ കിടക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾ ടെൻഷനൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരു പല കാര്യങ്ങൾക്ക് ഒരു ആക്ഷനൊക്കെ എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നല്ല ഡിറ്റർമിനേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു ധൈര്യം, എന്തൊരു ആത്മവിശ്വാസം, ഒരു കൺട്രോള്, ഒരു ഡയറക്ഷൻ, എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കറേജ്, എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ജോലി സ്ഥലത്താണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു ലീഡറെ പോലെ, അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതേപോലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലി നമുക്കിന്ന് വരാൻ. ഇതേപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ കുറേ നാളുകളായിട്ട് ഡ്രീം കണ്ടുള്ള എന്താ പറയുക ജോലിയാവാം, വ്യക്തിയാവാം, ആരാവാം, അങ്ങനെ ഒരു ബിഗ് പിക്ചർ എല്ലാ തരത്തിലും എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എത്ര ടഫായിക്കോട്ടെ, എന്ത് വലിയ സംഭവം ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും നിങ്ങൾക്കിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ളൊരു മെൻ്റൽ എനർജി നിങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കൈവരുന്നുണ്ട്. ഒരുപാട് ഇന്നത്തെ ദിവസം നിങ്ങൾ കരിയറിൽ ഒരുപാട് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, ഒരു മെച്യൂർഡായിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകാം. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങളും കാര്യങ്ങളും ആശങ്കകളുടെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് നല്ല ഉറപ്പോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നുണ്ടാകും. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചു. ഓക്കെ. ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇത്രയും ദിവസമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിന്മാറുന്നുണ്ടാകും, കത്തിച്ച് കളഞ്ഞു, ഇനി നമുക്കത് വേണ്ട എന്നൊരു എനർജീനെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ചതി വഞ്ചന പോലെ തന്നെ മറ്റുള്ളവരായിട്ട് മത്സരങ്ങൾ ഏത് കാര്യത്തിലാവാം, ജോലിയിലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാകാം, മത്സരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയുന്നു. വഴക്കുകൾ ഉണ്ടാവുക. അപ്പോൾ രണ്ട് കൈ കൂട്ടിയാലാണ് വഴക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്തരം സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇന്നത്തെ ദിവസം അത്തരം വഴക്കുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിക്കാം. ഓക്കെ. ഒരുപാട് ടെൻഷൻ അടിക്കുന്നൊരു ഇതിനെ പറയുന്നുണ്ട്. ഒരുപാട് നമ്മളതിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുന്നതായ അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക, വഴക്കുകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവാം. അതേപോലെ തന്നെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കാം നിങ്ങൾ മൊത്തം. അപ്പോൾ നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. കാരണം അതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ചിന്തകളും പല സ്ഥലത്താവരുത്, രണ്ടും ഒന്നായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രണയത്തിൻ്റെ കാര്യത്തിലാകാം. ഒരുപാട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതകൾ, പലതരം ചോയ്സസ്, ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് പല കാര്യങ്ങളുടെ ഒരു പർപ്പസ് എന്താണ് എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പകൽ സ്വപ്നങ്ങൾ കാര്യങ്ങൾ കാണാനുള്ളൊരു സാധ്യത. അത് പാർട്ട്ണറാവാം, ലവറാവാം, വിവാഹേതര ബന്ധമാവാം, ആരും ആവാം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ പകൽ സ്വപ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു രാജാവിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്ന് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു എനർജിയാണ് പറയുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിൽ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു കാര്യത്തിൽ നിങ്ങൾ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഭാരിച്ച ചുമതലകൾ നിങ്ങളുടെ തലയിലോട്ട് ഇന്ന് വരുത്തുന്നുണ്ടാകാം. അതിനെ നല്ല രീതിയിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രക്ചറോട് കൂടി തന്നെ, വളരെ ഭംഗിയായിട്ട്, ഒരു ഘടനയോട് കൂടി തന്നെ അതിനെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അധികാരവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു അതോറിറ്റി ഫിഗറാണ് പറയുന്നത്. ഒരു എന്താ പറയുക, എല്ലാ തരത്തിലും വളരെ പോസിറ്റീവ്. നിങ്ങളാണ് അവിടെ ഒരു തീരുമാനം എടുക്കുന്നത്. ഡിസിപ്ലിൻ ഇന്ന ദിവസം നിങ്ങൾ നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടാകാം, ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, പ്രാക്ടിക്കലി പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. അങ്ങനെ അത്തരത്തിൽ പ്രാക്ടിക്കലി
നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിലൊരു സൊല്യൂഷനോ കാര്യങ്ങളോ ഇതൊക്കെ തന്നെ വരുന്നുണ്ടാകാം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു, നമുക്ക് അതിലൊരു തീരുമാനം കാര്യങ്ങൾ വരുന്നത്. പിന്നെ പല സമയത്തും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ അറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. എന്ത് വേണം, അത് വേണോ വേണ്ടയോ, ഇൻഡിപെൻഡൻ്റ് ആവുക. ഓക്കെ, നിങ്ങളുടെ ബൗണ്ടറീസ് എന്താണോ അതിലോട്ട് എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ റീയൂണിയൻ പോലത്തെ പരിപാടീസ് ലവേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ റീയൂണിയൻ അങ്ങനെ സാധ്യത ഉണ്ടോ വെച്ചാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓപ്പണായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ തുറന്നു പറയുക, ക്ലിയർ മൈൻഡഡ് ആയിരിക്കുക. ഓക്കെ, അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു എന്താണോ ലക്ഷ്യം അതിനെ വെച്ച് നമ്മൾ പെരുമാറുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തന്നെയാണ് വരുന്നത്. ഒരുപാട് പേഴ്സണൽ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും ഫിയർ ഇല്ലേ, ഒരു പേടി എന്തെന്ന് നിങ്ങളെ അറിയാതെ മുന്നോട്ട് പോകുക. എന്തൊരു കാര്യത്തിലാണ് നിങ്ങൾക്കൊരു മാറ്റമുണ്ട്, അയ്യോ അത് ചെയ്താൽ അത് ശരിയാവോ, പേടി, സെൽഫ് ഡൗട്ട്, ഇതൊക്കെ ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട്, നിങ്ങൾക്കൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഉറപ്പുണ്ടാവുക? നിങ്ങളൊന്ന് ഭയങ്കര സേഫായിട്ട് കളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് പോകുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാനിങ്ങിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ കാര്യത്തിൽ ഇതാണ് വരുന്നതെങ്കിൽ റെസനേറ്റ് ആവുന്നെങ്കിൽ മാത്രം മതി കേട്ടോ. ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു നല്ലൊരു ശുഭദിനമായിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ ഇത്രയും കാർഡുകൾ ഷഫിൾ ചെയ്താൽ ഇതാണ് വന്നത്. നിങ്ങൾക്ക് മറ്റു ടോപ്പിക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഇന്ന ദിവസം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഫ്രം നിഷാനി.